ഭാഗവതം തത്വം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തത്വങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്നും മോശമാണെന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം, ആയുസ്, അതെന്തിനെല്ലാം വേണ്ടി വിനിയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ വേണം അത് മനസ്സിലാക്കിയെടുക്കാൻ, സമയം വിനിയോഗിക്കാൻ. നമുക്കതിൻ്റെ കഥയ്ക്കകത്തെ കഥാസാരം പറഞ്ഞു തരുമെന്നാണല്ലോ സൂതൻ്റെ അടുത്ത് വന്ന് ശൗനകാദികൾ ചോദിച്ചത് തന്നെ. അപ്പോൾ നമുക്ക് കഥാസാരം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. വക്താവിനെ കുറിച്ചും ശ്രോതാവിനെ കുറിച്ചും അവർക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഉത്തമനായ വക്താവും ഉത്തമനായ ശ്രോതാവും ഉണ്ടെങ്കിൽ നമുക്ക് ആത്മീയമായ ഉന്നതി ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം സപ്താഹം കേട്ടിട്ടുണ്ട്. പല പ്രാവശ്യം, 25 പ്രാവശ്യം 30 പ്രാവശ്യം ഒക്കെ കേട്ടവരുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അവിടെ തന്നെ നിന്നു പോകുന്നത്? ഈ കെട്ടിയിട്ട് വള്ളം തുഴയാ പറയില്ലേ, തുഴയുന്നുണ്ടാവും, പക്ഷേ വള്ളം മുന്നോട്ട് പോകുന്നുണ്ടാവില്ല. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്? ആത്മീയമായ ഉന്നമനത്തിന് എങ്ങനെ? ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി ചോദിക്കുകയാണെങ്കിൽ, അവനവനെ ഉദ്ധരിക്കേണ്ടത് എങ്ങനെ? ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് അവനവനെ ഉദ്ധരിക്കാനുള്ളതാണ്. സ്വർഗത്തിൽ നിന്നിങ്ങനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം എന്നുള്ളത് ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ടില്ല. നമ്മുടെ ഭക്തിയുടെ തലത്തിൽ അത് പറയുന്നുണ്ടെങ്കിലും പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ആ ഈശ്വര ചൈതന്യം അവനവനിൽ തന്നെയായിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. സർവസ്യജാഹം ഹൃദയ സന്നിവിഷ്ട എന്ന് അവസാനം ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം അവനവൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പം അവനവനെ ഉദ്ധരിക്കുന്നത് എങ്ങനെ? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആധ്യാത്മികമായുള്ള ശാസ്ത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മൈവ ബന്ധു ആത്മൈവ രിപു ആത്മനഃ. ഇതാണ് ഭഗവാന്റെ ഉപദേശം. നമ്മളെങ്ങനെ സ്വയം ബന്ധുവായിട്ട് മാറും, നമ്മളെങ്ങനെ സ്വയം ശത്രുവായിട്ട് മാറും എന്നുള്ള അവനവനെ അവലോകനം ചെയ്യും. ഇതിന് ഏറ്റവും എളുപ്പം, എത്രത്തോളം കാലം നമ്മളുടെ ഹൃദയത്തിൽ പരമാത്മാവിന് ശ്രേഷ്ഠമായ സ്ഥാനം നൽകുന്നുണ്ടോ അപ്പോഴാണ് നമ്മൾ ശ്രേഷ്ഠമായ തലത്തിലേക്ക് ഉയരുന്നത്. നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവിന് ശ്രേഷ്ഠ സ്ഥാനം നൽകിയിട്ടില്ലെങ്കിൽ, അതായത് ഹൃദയക്ഷേത്രത്തിൽ ഭഗവത് പ്രതിഷ്ഠ ഉണ്ടായിട്ടില്ലെങ്കിൽ, ഭഗവാനെ ധ്യാനിച്ചിട്ട് ഇല്ലെങ്കിൽ, ആ തത്വം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ആത്മീയമായ ഉന്നമനം ഉണ്ടാവുന്നില്ല. നമ്മുടെ ഉള്ളിൽ എന്താണോ, കോർ എന്ന് പറയില്ല, നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് വാക്കിലും പ്രവൃത്തിയിലും പ്രകടമാവുക. നമ്മുടെ ഉള്ളിൽ നിറയെ വിദ്വേഷമാണ്, അസൂയയാണെങ്കിൽ വാക്കിലും പ്രവൃത്തിയിലെല്ലാം അത് പ്രതിഫലിക്കും. ദേഷ്യമാണെങ്കിൽ അത് അതുപോലെ പ്രതിഫലിക്കും. ഭക്തിയാണെങ്കിൽ അതുപോലെ പ്രതിഫലിക്കും. പരമാത്മബോധമാണ്, ആനന്ദമാണെങ്കിൽ അത് പ്രതിഫലിക്കും. വാക്കിലും നോട്ടത്തിലും ചിന്തയിലെല്ലാം അതുണ്ടാകും. അപ്പോൾ ഉള്ളിൽ, നമ്മളുടെ ഉള്ളിൽ പരമാത്മാവിന് ശ്രേഷ്ഠമായ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വാക്കിലും നോക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും ചിന്തകളിലും എല്ലാം അത് പ്രതിഫലിക്കും. അപ്പോഴാണ് ആ വ്യക്തി കൂടുതൽ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഇതിന് നമ്മൾ ഭക്തി പറയും. ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വര മഹിമയെ അറിയാനുള്ള ആഗ്രഹം, ഈശ്വരനോട് അടുക്കാനുള്ള ആഗ്രഹം. ഇത് ഉള്ളിൽ നിറയുന്നതിനനുസരിച്ച് വാക്കിലും നോട്ടത്തിലെല്ലാം ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിലായിരിക്കും, ശാന്തിയും സമാധാനവും ഉണ്ടാവുന്ന വിധത്തിലായിരിക്കും. സമൂഹത്തിന് ദോഷങ്ങളോ നാശങ്ങളോ വരുത്തിക്കൊണ്ട് ഒരു ദൈവത്തിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു ഭക്തിയല്ല. അതങ്ങനെ ഏതെങ്കിലും ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവവുമല്ല. ദൈവം എപ്പോഴും പരമകാരുണ്യ സ്വരൂപം, പരമപ്രേമ സ്വരൂപം ആണ്. അപ്പോൾ ഈ പരമപ്രേമ സ്വരൂപത്തിന് ഒരിക്കലും അവനവൻ്റെ സന്തതികളെ പരസ്പരം വെട്ടിക്കൊല്ലാനോ പൊട്ടിത്തെറിച്ച് കൊല്ലാനോ ഒന്നും പറയില്ല. അത് നമുക്ക് ചെറിയൊരു യുക്തിയോട് കൂടി ആലോചിച്ചറിയാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിലും വാക്കിലും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തി പതുക്കെ പതുക്കെ ആത്മീയമായിട്ട് ഉന്നതിയിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കാം. ഇത് വേറൊരാളെ കുറിച്ച് പറയാനല്ല, അവനവനെ മനസ്സിലാക്കാനുള്ള. ഞാൻ ഇത്രയും കാലമൊക്കെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു, സപ്താഹം കേട്ടു, നാരായണീയം കേട്ടു, ഭഗവത്ഗീത കേട്ടു, സ്വാധ്യായം ചെയ്തു. എനിക്ക് എൻ്റെ ഉള്ളിൽ ആ മാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഇത് നമ്മൾ സ്വയം വിശകലനം ചെയ്താൽ തന്നെ മനസ്സിലാവും.
അങ്ങനെയാണ് നമ്മൾ ശ്രേഷ്ഠനായിട്ട് മാറേണ്ടത്. ആത്മീയമായ ഉന്നമനം വരുമ്പോഴാണ് നമ്മൾ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്. അങ്ങനെ വന്ന വ്യക്തിയാണ് നമ്മൾ ആര്യൻ എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന ആര്യന്മാര്, ദ്രാവിഡന്മാര്, ആ ആര്യൻ പദമല്ല, വേദങ്ങളിലെ ആര്യപദം ഉദ്ദേശിച്ച പറഞ്ഞു ശ്രേഷ്ഠതയുള്ളവൻ, അതാണ് ആര്യൻ. അപ്പോൾ ശ്രേഷ്ഠത വരണമെങ്കിൽ ഇങ്ങനെ വരുത്താൻ പറ്റുള്ളൂ. നമ്മളുടെ ഉള്ളിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം, ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങൾ പറഞ്ഞതും ഇതുപോലെ അവനവൻ്റെ ഉള്ളിലെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് പറയുകയാണെങ്കിൽ, നമ്മളുടെ ഉള്ളിൽ ഈശ്വരീയ പ്രേമം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രേഷ്ഠരായിട്ട് മാറും. ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ബഹുമാനങ്ങളും ആരെങ്കിലും വന്നിങ്ങനെ സല്യൂട്ട് അടിക്കുന്ന അത് ആ ശ്രേഷ്ഠതയല്ല പറഞ്ഞത്. നമ്മൾക്ക് സ്വയം ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള സ്ഥാനം, ഉയർച്ച, അതോടൊപ്പം നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന ആൾക്കാർ, നമ്മളുമായിട്ട് ചേർന്ന് വ്യവഹരിക്കുന്ന ആൾക്കാരിൽ വരുന്ന മനമാറ്റം, അങ്ങനെയാണ് ശ്രേഷ്ഠത വന്നു ചേരുക. ഓക്കെ, ഇലക്ഷനിൽ ജയിച്ചാൽ കിട്ടുന്ന ശ്രേഷ്ഠതയല്ല ആധ്യാത്മികമായിട്ട് കിട്ടേണ്ട ശ്രേഷ്ഠത. ഇങ്ങനെ ഒരു ഈശ്വരീയ ഭക്തി ഉണ്ടാവണമെങ്കിൽ, നമ്മളുടെ ഉള്ളിൽ ഈശ്വരീയ ഭക്തി ഉണ്ടാവണമെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും? അതാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പം ഭക്തി ഉണ്ടെങ്കിലേ നമ്മൾ ശ്രേഷ്ഠതയുള്ളൂ എന്ന് പറഞ്ഞു. അതെങ്ങനെ ഉണ്ടാവും? ഭക്തി ഉണ്ടാവണമെങ്കിൽ ഈശ്വര കൃപ വേണം. ഈശ്വര കൃപയുണ്ടെങ്കിലേ ഭക്തി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് രണ്ടും പരസ്പരം, ഈശ്വര കൃപയും ഭക്തിയും പരസ്പരം അനുപൂരകമാണ്. ഒന്നുണ്ടെങ്കിൽ അത് മറ്റതിനെ പോഷിപ്പിക്കും. അതുണ്ടെങ്കിൽ, ഭക്തി ഉണ്ടെങ്കിൽ ഈശ്വര കൃപയുണ്ടാവും, ഈശ്വര കൃപയുണ്ടെങ്കിൽ ഭക്തി ഉണ്ടാവും. ഇങ്ങനെ പരസ്പരം അനുപൂരകമായിട്ടിരിക്കും. ഈശ്വരീയ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടനെ അടുത്ത ചോദ്യം അങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചും കൊണ്ടാണ് മുന്നോട്ട് പോകുക. നമ്മുടെ ഹൈന്ദവമായിട്ടുള്ള എല്ലാ പഠനങ്ങളും ചോദ്യവും ഉത്തരവുമായിട്ടാണ്. അതെങ്ങനെ ഉണ്ടാവും? ഈശ്വരീയ കൃപ എന്ന് പറഞ്ഞാൽ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിലാണ്. പറഞ്ഞല്ലോ മുമ്പ് തന്നെ, അവനവനിലെ ആത്മീയ ശക്തിയാണ് നമ്മൾ ഈശ്വരൻ തന്നെ പറയുന്നത്. അപ്പോൾ ഈ കൃപ ഉള്ളിൽ നിന്ന് വരണം. അവനവൻ തന്നെ അവനവൻ അനുഗ്രഹിക്കണം. ബാക്കിയുള്ളപ്പോൾ നമ്മൾ പുറത്തുള്ള പ്രകൃതി ശക്തികളെ നമുക്ക് പൂജാതി വിധികളെ കൊണ്ടും ആരാധനകളെ കൊണ്ടൊക്കെ കുറേയൊക്കെ ഇതാക്കിയെടുക്കാം, നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാം നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട്. പക്ഷെ അവനവൻ്റെ ഉള്ളിൽ നിന്നുള്ള ചിന്താഗതികൾ മാറണമെങ്കിൽ, അവനവനെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ തന്നെ മെനക്കെടണം. അത് ഭഗവാനും പറഞ്ഞു, സ്വയം നന്നാവണം എന്ന് പറഞ്ഞു. അപ്പൊ ഈശ്വരീയ കൃപ അവനവൻ്റെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം. ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പ്രവർത്തനമുണ്ടോ അവിടെ മാത്രമേ ഈശ്വരീയ കൃപ ഉണ്ടാവുകയുള്ളൂ. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിട്ടായിരിക്കണം. പ്രയത്നമുള്ളിടത്തേ കൃപയുണ്ടാവുള്ളൂ. ഇപ്പൊ എനിക്കൊരു ലോട്ടറി അടിക്കണമെങ്കിൽ ഞാൻ ലോട്ടറി അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. ലോട്ടറി എടുക്കുക എന്നുള്ളൊരു കർമ്മം ഞാൻ ചെയ്യേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് നന്നായിട്ട് പാസ്സാവണേ പ്രാർത്ഥിച്ചാൽ മാർക്കുണ്ടാവില്ല. നന്നായി പഠിക്കണം, എൻ്റെ പാർട്ട് ഞാൻ ചെയ്യണം. അതുപോലെ പ്രവർത്തനമുണ്ടെങ്കിൽ കൃപയുണ്ടാകും, ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ നമുക്ക് ഈ ഈശ്വരീയ കൃപ നമ്മൾക്ക് ഉണ്ടോ എന്നെങ്ങനെ അറിയും? അടുത്ത ചോദ്യം, എന്നെ ഈശ്വരൻ അനുഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നിലെ ആത്മീയ ശക്തി എന്നെ അനുഗ്രഹിക്കുന്നുണ്ടോ? ഇത് അവലോകനം ചെയ്യാൻ നമ്മളെ തന്നെ പഠിക്കണം. അതിനൊരു വഴിയുണ്ട്. നമ്മളുടെ പ്രാർത്ഥനകളെ ശ്രദ്ധിച്ചാൽ മതി. അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങനെ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഒക്കെ പാർട്ട് ടൈം പ്രാർത്ഥനകളാണ്. സമയം കിട്ടും. രാവിലെ 7 മണിക്കൊരു പ്രാർത്ഥന, വൈകിട്ട് 5 മണിക്കൊരു പ്രാർത്ഥന, ഇത്രയ്ക്കുള്ളൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം നമ്മൾ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറയും എപ്പോഴും എവിടെയൊക്കെ, പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. അതൊക്കെ ഒരു മുദ്രാവാക്യം തന്നെയായിട്ടോ, വാക്കൊന്ന് പ്രവൃത്തി വേറെ. അതൊക്കെ മാറണം. നമ്മൾ ബോധത്തിലാണെങ്കിൽ ഇതൊക്കെ മാറും. അപ്പൊ നമ്മളുടെ പ്രാർത്ഥനകളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ 2 വിധത്തിലും ആക്കാം. എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? അതാണ് ആഗ്രഹം. എനിക്ക് ഇന്നത് കിട്ടണം, ഇല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം, അതിന് വേണ്ട സൗകര്യങ്ങൾ വേണം. ഇങ്ങനെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്. സകാമമായ പ്രാർത്ഥനകൾ എന്ന അതിൽ ആഗ്രഹങ്ങളുണ്ട് ആ പ്രാർത്ഥനയിൽ.
അതും നമുക്ക് അതിൻ്റെ ഫലങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പ്രാർത്ഥനയ്ക്കും ഫലമുണ്ട്. സകല കർമ്മങ്ങൾക്കും ഒരു കർമ്മഫലം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കും ഫലമുണ്ട് എന്തായാലും. പക്ഷെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സും ബുദ്ധിയും വിഷയഭോഗങ്ങളിലേക്ക് കൂടുതൽ ആസക്തമാവും. അതിനോടായിരിക്കും കൂടുതൽ അട്രാക്ഷൻ. വിഷയഭോഗങ്ങളോട് ആസക്തി കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഉള്ളിൽ ആസുരിക ഭാവം കൂടി വരും. വിഷയഭോഗങ്ങളോടുള്ള തൃഷ്ണയാണ് ആസുരിക ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആസുരിക ഭാവം കൂടി വരും. ആസുരിക ഭാവം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈശ്വരനിൽ നിന്ന് അകലും, ആത്മീയതയിൽ നിന്ന് അകലും. എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൽ നിന്ന് അകലും. ഈ ആനന്ദത്തിൽ നിന്ന് അകലുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ അധർമ്മം, ദുഃഖം, ഈ വക കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിനെ നമ്മൾ പറയും കലി ബാധിച്ചു. കലി ബാധിക്കുന്നത് പ്രാർത്ഥനകളിൽ കാമം ചേരുമ്പോഴാണ്. അപ്പൊ സകാമമായ പ്രാർത്ഥനകൾ നമുക്ക് ഭക്തിയിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആത്യന്തികമായിട്ട് താൽക്കാലികമായി കുറെ നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും ആത്യന്തികമായിട്ട് അത് മുക്തിയിലേക്ക് നയിക്കുന്നില്ല. അത് വീണ്ടും സംസാരത്തിൽ തന്നെ നമ്മളെ ബന്ധിക്കുന്നു. ചതുർവിധ ഭജന്തേ മാം ജന സുഹൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. ഇതാണ് ഭഗവാന്റെ ഉപദേശം. 4 വിധം ഭക്തന്മാർ. ഇതിൽ ആദ്യത്തെ 3 ആൾക്കാർ ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ഇവരെല്ലാം സകാമമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. ഇത് ആത്യന്തികമായിട്ടുള്ള ഒരു മുക്തി, ദുഃഖ നിവൃത്തി എന്ന തലത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നില്ല. വിഷയലോകങ്ങളിൽ കുടുങ്ങും, സംസാരത്തിൽ കുടുങ്ങും, പിന്നെ പുനരഭി ജനനം, പുനരഭി മരണം, ഇതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആ സംസാര ചക്രത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നില്ല. ഇങ്ങനെയുള്ള ഭക്തി ശരിക്ക് ഈശ്വര കൃപ അല്ല. ഇതും കൂടി നമ്മൾ ആലോചിക്കണം. ഈശ്വരീയ ശക്തി, നമ്മളിപ്പം ചോദ്യം എന്തായിരുന്നു, എനിക്ക് ഈശ്വര കൃപ ഉണ്ടോ എന്നറിയാനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വലിക്കും. നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന നല്ല ഭക്തന്മാരാണ്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെയുണ്ടെങ്കിൽ ശരിയായ ഈശ്വര കൃപ ആയിട്ടില്ല. അത് മനസ്സിലാക്കണം. അതേസമയം ഭാഗവതത്തിൽ പറഞ്ഞതുപോലെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ എങ്ങനെ പോഷിപ്പിക്കാം, ഇതാണ് ചോദ്യം. ഇതിൻ്റെ ഉള്ള ഉത്തരമായിട്ടാണ് ഭാഗവതം പറഞ്ഞത്. ഇപ്പൊ പ്രാർത്ഥനകളിൽ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും പോഷിപ്പിക്കുന്ന വിധത്തിലാണെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന, അത് നമ്മൾ ഈശ്വരനിലേക്ക് അടുപ്പിക്കും, ആത്മബോധത്തിലേക്ക് നയിക്കും, മുക്തിയിലേക്ക് നയിക്കും. മുക്തിയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നരജന്മ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കും. പ്രാർത്ഥനകൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർത്തുന്ന വിധത്തിലാണെങ്കിൽ. ഇതാണ് ഭാഗവത്തിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈശ്വരീയ കൃപയുണ്ടാവണമെങ്കിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്തിയെടുക്കണം. 2 വിധത്തിൽ. ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അതിൻ്റെ ഫലങ്ങളൊക്കെ കിട്ടും. ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, അതിൻ്റെ ഫലവും. അങ്ങനെ ആധ്യാത്മികമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും പ്രാർത്ഥനകളും നടക്കുന്നുണ്ടെങ്കിൽ ഈശ്വരീയ കൃപ ശരിയായ വഴിക്കാണ് നമുക്ക് മനസ്സിലാവും. ഈശ്വരൻ അങ്ങനെ കണ്ടീഷണൽ അല്ല, അല്ലേ? നമ്മൾ നിരുപാധികം എന്നാ പറയാം, അൺകണ്ടീഷണൽ ആണ്. ആ ശക്തിയെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. ബന്ധനത്തിനും മുക്തിക്കും ഭക്തി ഉപകരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മളെങ്ങനെ ആ ഭക്തിയെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. അപ്പോൾ ഒരു ഗൈഡൻസ്, ശരിയായൊരു മാർഗനിർദ്ദേശം നമ്മൾ ഭാഗവതം സപ്താഹങ്ങൾ കേൾക്കുമ്പോൾ അത് നമുക്ക് കിട്ടണം. ഇല്ലെങ്കിൽ സ്വാധ്യായം ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഇന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സഹസ്രനാമം വായിക്കുമ്പോൾ, വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ ഒക്കെ വായിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ തത്തമ്മേ പൂച്ച പൂച്ച അങ്ങനെ ചൊല്ലിപ്പോകുന്നതിനേക്കാളും നല്ല ഓരോ മന്ത്രവും എന്താണ് പറയുന്നത്, നമുക്ക് ഈശ്വരീയ ശക്തിയുമായിട്ട് അതിനെ എന്താ പറയുക, അതിനെ ഒന്ന് ഘടിപ്പിച്ച് കിട്ടണം. ഇപ്പൊ വിട്ട് നിൽക്കില്ല, അങ്ങനെയല്ല. ഞാൻ ഈശ്വരനിലാണ് എന്ന ബോധത്തിലേക്ക് എത്തണം നമ്മൾ. ഇപ്പൊ നമുക്ക് ഈശ്വരൻ ദൂരെയാണ്. ഇവിടെയാണ് നമ്മളുടെ വ്യത്യാസം. ഈ ഭക്തിഭാവം ബന്ധനമാവാതെ വരണമെങ്കിൽ, ബന്ധനമാക്കാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ സകാമമാവാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് യോഗക്ഷേമങ്ങളെ കൊണ്ടുവരുന്നു. യോഗക്ഷേമം കിട്ടാനുള്ളതെല്ലാം വന്നു ചേരും. കിട്ടിയത് സംരക്ഷിക്കപ്പെടും. എന്തേ ആഗ്രഹിച്ച് കിട്ടിയിട്ട് കാര്യമില്ല,
അതിനെ സംരക്ഷിച്ച് നിർത്താനും കൂടി നമ്മൾ പഠിക്കണം. അതൊരു കഴിവാണ്, അതിനും ദൈവാനുഗ്രഹം വേണം. അനന്യാസ് ചിന്തയന്തോ മാം യേജന പരിപാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം. ഇതാണ് ഭഗവാന്റെ ഉപദേശം. അപ്പൊ യോഗക്ഷേമങ്ങൾ കിട്ടണമെങ്കിൽ ഈ ഏകാഗ്രമായ ഭക്തി, ഭഗവാനോടുള്ള ഭക്തി, ഭഗവാനിലെത്താനുള്ള ഭക്തി, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോഴേ നമ്മൾ ശ്രേഷ്ഠതയിലേക്ക് എത്തുന്നത്. ഇതൊക്കെ അവനവനെ മാറ്റാണ്. സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ഒരു 7 ദിവസം സപ്താഹത്തിന് പോയിരുന്ന് കുറെ കഥകളൊക്കെ കേട്ടു വന്നാൽ സൂപ്പറായി രക്ഷപ്പെട്ടു. കഥാശ്രവണം കൊണ്ട് ഉണ്ടാവേണ്ടത് എന്താണ് എന്ന് പറഞ്ഞാൽ, ഭഗവാനോട് ഭക്തി വരുമ്പോൾ എന്ത് സംഭവിക്കും? കഥാശ്രവണത്തിന്റെ ഗുണം ഉണ്ടായോ ഇല്ലയോ നമ്മൾ എങ്ങനെ അറിയും? നമ്മൾക്ക് അന്ധകരണ ശുദ്ധി ഉണ്ടാവുന്നുണ്ടോ എന്നാണ്.